അതോടൊപ്പം തന്നെ വയനാടിൻ്റെ MP ആണ്. വിരുന്നുകാരിയെ പോലെ വല്ലപ്പോഴും അവിടെ വരും. അതുകൊണ്ട് വയനാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാവുന്നില്ല. അവർക്ക് വരുന്നതിനൊരു പ്രയാസവുമില്ല. അത് മനസ്സിൻ്റെ വിഷയമാണ്. അവർക്ക് വിമാനവും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഹെലികോപ്റ്ററിലാണല്ലോ എല്ലാ ദിവസവും. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ MP അവിടെ ഇല്ല. അവർക്ക് വരാവുന്നതേ ഉള്ളൂ. യാത്രാ കൂലിയൊക്കെ കൊടുക്കേണ്ട കാര്യമില്ല. MP എന്ന നിലയ്ക്ക് സൗജന്യ യാത്രയാണ്, നമുക്കൊക്കെ അറിയാം. അതിനുള്ള മനസ്സ് പ്രിയങ്ക ഗാന്ധി കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു ജനതയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അവഹേളനവും ഒരു ജനതയോട് കാണിക്കേണ്ടുന്ന ജനാധിപത്യപരമായ ഉത്തരവാദിത്വമില്ലായ്മയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വയനാട്ടിൽ വന്നാൽ തന്നെ താമസിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ വന്ന് താമസിക്കുകയാണ്, താജ് ഗ്രൂപ്പിൻ്റെ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തെരുവിലിറങ്ങി ജനങ്ങളുടെ തോളിൽ കൈയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുകയും ചെയ്യുകയാണ്. താമസിക്കുന്നത് എവിടെയെന്നുള്ളതല്ല, MP മാർക്ക് താമസിക്കാൻ അവിടെ റെസ്റ്റ് ഹൗസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിച്ച് ഉള്ള ഒരു MP എന്ന് പറയേണ്ടി വന്നതിലും ഖേദമുണ്ട്. ഇതെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടുള്ള MP പാർലമെൻറ്റിൽ അതിശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കണം. ഇന്നലെ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കൊടുത്ത പൈസ ഗ്രാൻഡാക്കലല്ല, 2000 കോടി രൂപ അനുവദിക്കണമെന്ന് MP അതിശക്തമായി ആവശ്യപ്പെടണം. കേന്ദ്ര ഗവൺമെൻറ് 1972 വനനിയമം ഭേദഗതി ചെയ്യില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് മെമ്പർമാർക്കുള്ള മറുപടിയിൽ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധി, ഞങ്ങളുടെ MP എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് 1972 വനനിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വകാര്യ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ അവർ തയ്യാറാവണം. അവർ അത് തയ്യാറായില്ലെങ്കിൽ വയനാട്ടിലുള്ള ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഞങ്ങൾ കണക്കാക്കേണ്ടി വരും. ഈ രണ്ട് കാര്യങ്ങളാണ്, തുടർ പ്രക്ഷോഭത്തിൻ്റെ കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വന്യജീവി സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വനം കൺട്രോൾ ലിസ്റ്റിലാണല്ലോ. അതുകൊണ്ട് 1000 കോടി രൂപ അതിന് അനുവദിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു. ബജറ്റിൽ അത് അനുവദിക്കാത്തതാണ്. അല്ല, മറ്റു കുറേ വിഷയങ്ങളുണ്ട്. രാത്രിയാത്രാ നിരോധനം, റെയിൽവേ, കർഷകരുടെ പട്ടയം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മറ്റ് കുറേ കാര്യങ്ങൾ കോടതിയിലും മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്ന വിഷയങ്ങളാണ്. എന്നാലും കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചതൊക്കെ പരിഹരിക്കാം. പ്രിയങ്ക ഗാന്ധി അയച്ച രാത്രിയാത്രാ നിരോധനവും റെയിൽവേയും നാളെ തന്നെ വരാൻ കഴിയും. സിദ്ധരാമയ്യോട് അനുകൂല നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. പക്ഷെ അതൊന്നും അവർ ഇടപെടുന്നില്ല. പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നൊരു രീതി എന്താ വെച്ചാൽ, വയനാട്ടിൽ വന്നാൽ രാത്രിയാത്രാ നിരോധനത്തിനെതിരാണെന്ന് പറയും, കർണാടകയിൽ പോയി അവരുടെ കൂടി നിൽക്കും. ഇങ്ങനത്തെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് അവർക്ക് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വനം ഭേദഗതിക്ക് ഇനിഷ്യേറ്റീവ് ചെയ്യില്ല എന്ന് പ്രിയങ്ക ഗാന്ധി അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കണമെന്ന ആവശ്യം വയനാടൻ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ MP ആവശ്യപ്പെടുന്നത്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങളിൽ രണ്ടും ഗവൺമെൻറ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അർഹതപ്പെട്ട ഗവൺമെൻറ് നയം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അർഹതപ്പെട്ട ഒരാൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ആരെയും ഉൾച്ചേർക്കാവുന്നതേ ഉള്ളൂ. അതിന് 2 തരം മാനദണ്ഡങ്ങളാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് ഫേസ് 1 എന്ന് പറയും. ഫേസ് 1-ൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ, അവിടെ 242 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആരെങ്കിലും വിട്ടുപോയാൽ കൂട്ടിച്ചേർക്കും, അതിനൊരു തടസ്സം അവിടെ ഇല്ല. രണ്ടാമത്തെ ഫേസ് 2 ആണ്. വീടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ താമസയോഗ്യമല്ല സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് ഇപ്പോൾ 81 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലും നമുക്ക് പരാതിയും ആക്ഷേപമൊക്കെ ഉന്നയിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഫേസ് 2-ൽ എ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. B-ൽ ഒരു പ്രശ്നം അവിടെ ഇല്ല, പക്ഷേ മറ്റുള്ളവരും പോകുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകും, അവരെയും കൂടി മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ടാണ് ചെയ്യുന്നത്.